എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ സ്കിൽസ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇന്ത്യയിലെ അതിസമ്പന്നനായ ഒരാൾ മിസ്റ്റർ രാധാകൃഷ്ണൻ ദമാനി, അദ്ദേഹം ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിരുന്നു. രാധാകൃഷ്ണൻ ദമാനി എന്നതിലുപരി ഡിമാർട്ട് എന്ന് പറയുന്ന കോൺഗ്ലോമെറേറ്റിന്റെ ഓണർ ആണ് രാധാകൃഷ്ണൻ ദമാനി എന്ന് പറയുന്നത് കുറച്ചും കൂടെ മനസ്സിലാകുമായിരിക്കും. അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇത്തരത്തിൽ അതിസമ്പന്നനാക്കിയതിൽ ഫൈനാൻഷ്യൽ അനലിറ്റിക്സ് എന്നൊരു സ്കില്ല് വളരെയധികം ഉണ്ടെന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫൈനാൻഷ്യൽ അനലിറ്റിക്സിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഫൈനാൻഷ്യൽ അനലിറ്റിക്സ്, എങ്ങനെ ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആവാൻ കഴിയും, നമുക്ക് അതിനുള്ള സ്കിൽസ് എന്തൊക്കെയാണ്, ഏതൊക്കെ കമ്പനീസ് ഹയർ ചെയ്യുന്നുണ്ട്, അതിനുള്ള ഗ്രോത്ത് പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ ഡേറ്റാ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രോഗ്രാമിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഫൈനാൻസ്, AI തുടങ്ങിയ വീഡിയോയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചാനലിന്റെ ഗോൾ തന്നെ ഫ്രഷർ ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് വന്നവർക്കും നല്ലൊരു IT കരിയർ എനേബിൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ദ ന്യൂ വീഡിയോ വീഡിയോ ലേണിംഗ്. സോ നമുക്ക് എന്താണ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് രാധാകൃഷ്ണൻ ദമാനിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. രാധാകൃഷ്ണൻ ദമാനി 1955 ബിക്കനേർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. ഇടത്തരം കുടുംബത്തിൽ വളർന്ന രാധാകൃഷ്ണൻ ദമാനി അച്ഛന്റെ മരണശേഷമാണ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ വർഷം തന്നെ പഠനം നിർത്തി അദ്ദേഹം ഒരു ബോൾ ബെയറിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പക്ഷെ വിചാരിച്ച പോലെ ഒരു ഗ്രോത്ത് ഒന്നും ബോൾ ബെയറിംഗ് ബിസിനസ്സിൽ കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം പതുക്കെ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് മൂവ് ചെയ്തു. സ്റ്റോക്ക് മാർക്കറ്റിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ബ്രേക്ക് ചെയ്ത് HDFC ബാങ്കിലുള്ള ഹോൾഡിങ്സ് ആണ്. ഒരു സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണലിസ്റ്റ് ബാങ്കായ HDFCയിലെ ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡർ ആയിരുന്നു രാധാകൃഷ്ണൻ ദമാനി. പിന്നീട് HDFC ബാങ്ക് പബ്ലിക്കായിട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് നേട്ടം ലഭിച്ചു. ആ നേട്ടം വെച്ച് അദ്ദേഹം അപ്ന ബസാർ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്തു. അപ്ന ബസാറിന്റെ ഫ്രാഞ്ചൈസിയോടുകൂടി അദ്ദേഹം റീറ്റെയിൽ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കുകയും പിന്നെ സ്വന്തമായിട്ട് ഡിമാർട്ട് എന്ന സ്ഥാപനം സ്ഥാപിക്കുകയും ചെയ്തു. ഇന്നും അദ്ദേഹം ഡിമാർട്ടിന്റെ ഓണർ ആണെന്നുണ്ടെങ്കിൽ, ഡിമാർട്ടിലാണ് അദ്ദേഹത്തിന്റെ മെജോറിറ്റി നെറ്റ്വർത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ കമ്പനീസ് ഇന്നും ഹോൾഡിംഗ് ഉണ്ട്. അദ്ദേഹം ഇന്നും ആക്റ്റീവായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവോൾവ് ആണ്. സോ നിങ്ങൾ ചിന്തിക്കും ഈ ഒരു സ്റ്റോറിയിൽ എവിടെയാണ് ഫൈനാൻഷ്യൽ അനലിറ്റിക്സ് സ്കില്ല് വരുന്നത് എന്നുള്ളത്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സക്സസ്ഫുൾ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്താൽ ആദ്യമായിട്ട് വരുന്ന രാധാകൃഷ്ണൻ ദമാനിയുടെ പേരായിരിക്കും. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റും ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു കമ്പനിയിലെ റിസ്ക് അനലൈസ് ചെയ്യാനും അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അനലൈസ് ചെയ്യാനുള്ള സ്കില്ലാണ്. ഇത് തന്നെയാണ് ബേസിക്കലി ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റും ചെയ്യുന്നത്. നമ്മുടെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡേറ്റ വെച്ചിട്ട് കമ്പനിയുടെ കറന്റ് ട്രെൻഡ്സും അവരുടെ ഫ്യൂച്ചർ പോസിബിലിറ്റീസും എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു ജോബ് റോളാണ് ഫൈനാൻഷ്യൽ അനലിസ്റ്റിൻ്റെത്. ഇത് മാത്രമല്ല, ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ, അവരുടെ ഫ്യൂച്ചർ ഗോൾസ്, അവർക്ക് ഭാവിയിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന ജോലി കൂടി ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റിന്റെ ജോബ് വളരെ ചുരുക്കത്തിൽ കേൾക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഒരു ഓർഗനൈസേഷനെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളതാണ് ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ഒരു ഓർഗനൈസേഷന്റെ മെയിൻ പാർട്ടായ സെയിൽസിനെയും പർച്ചേസിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത്തരത്തിലുള്ള നമ്മൾ നോർമലി വിചാരിക്കുന്ന നോർമൽ സെയിൽസ് ട്രാൻസാക്ഷനും പർച്ചേസും അല്ല, മറിച്ച് ആ സെയിൽസ് ആൻഡ് പർച്ചേസ് ട്രാൻസാക്ഷനിൽ ഒരുപാട് ഡേറ്റ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇവോൾവ് ആകുന്ന ഇൻസൈറ്റ്സ് കൊണ്ടിട്ട് ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതാണ് ബേസിക്കലി ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ദമാനിയെ ഇന്ത്യയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈനാൻഷ്യൽ അനലിസ്റ്റിന് വേണ്ട ഒരുപാട് സ്കിൽസ് ഉണ്ട്. അത്തരത്തിലുള്ള സ്കിൽസ് എല്ലാം ചേർന്ന ഒരു പെർഫെക്റ്റ് ഇൻഡിവിജ്വൽ ആണ് ദമാനി. അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഫൈനാൻസ് റിലേറ്റഡ് ജോബ് റോളാണ്. അപ്പം അക്കൗണ്ടിങ് സ്കിൽസ് വേണം, ഫൈനാൻസ് സ്കിൽസ് വേണം, പിന്നെ ഒരു കമ്പനിയുടെ അക്കൗണ്ട് നോക്കാനുള്ള കാപ്പബിലിറ്റി വേണം. കമ്പനിയുടെ അക്കൗണ്ട് നോക്കാന്ന് പറയുമ്പോൾ ലെഡ്ജർ, ജേർണൽ, കമ്പനിയുടെ എൻട്രീസ്, കറന്റ് കമ്പനി ഡൊമൈനിലുള്ള റൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിലുപരി ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ വേറൊരു വ്യക്തിയോട് ഇടപഴകാനുള്ള, നമ്മൾ പലപ്പോഴും നമ്മൾ റിവെഞ്ചിനൊക്കെ പോയി കഴിഞ്ഞാൽ പല വ്യക്തികളും, ഞാനിപ്പോൾ പല വ്യക്തികളും അത് ആൾക്കാരുടെ ഇന്ററാക്ട് ചെയ്യാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ കുറച്ച് വിമുഖത കാണിക്കുന്നത്, നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി അവരോട് സംസാരിക്കുന്നത് വിമുഖത കാണിക്കുന്നവരായിരിക്കും അല്ലേ. പക്ഷേ ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വിമുഖത കാണിക്കാതെ ഏതൊരു സ്ഥലത്ത് ചെയ്യുന്നാലും ആൾക്കാരോട് ഇടിച്ചു കയറി മിണ്ടുന്ന
തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്കില്ല് ഡെഫിനറ്റ്ലി ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് വേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു സ്കില്ലാണ് ഒരു പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്ന് പറയുന്നത്. കാരണം കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിയിൽ ഫൈനാൻഷ്യൽ ഡേറ്റ കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് വരും. ആ പ്രോബ്ലംസിന് സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ കരിയറിലാണെങ്കിൽ കമ്പനിക്ക് ഒരു ഗ്രോത്ത് വരാൻ പറ്റുള്ളൂ. കമ്പനിക്ക് ഒരു ഗ്രോത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഡെഫിനറ്റ്ലി നമ്മുടെ കരിയറിൽ ഗ്രോ ചെയ്യത്തുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന സോഫ്റ്റ് സ്കിൽ ഉപരി ടെക്നിക്കൽ സ്കിൽസ് വേണം. കാരണം ഇന്നിപ്പോൾ നമുക്ക് ഡേറ്റയെ ഒരുപാട് ഇൻസൈറ്റ്സ് ഡെലിവറും വിഷ്വലൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സൽ, ദെൻ പവർ ബി, ടാബിൾ അങ്ങനെയുള്ള ടൂൾസിലേക്കുള്ള ഒരു നോളജ് ഭയങ്കര മാൻഡേറ്ററി ആണ്. കറൻസി ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ മേഖലയിൽ എന്ത് ജോബ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എഡ്യൂ ലേണിംഗ് കണക്ട് ചെയ്യാം. കാരണം എഡ്യൂ ലേണിംഗിന്റെ ഭയങ്കര കോംപ്രിഹെൻസീവ് ആയിട്ടൊരു ഫൈനാൻസ് പ്രോഗ്രാം ഉണ്ട്. PG ഇന്റർനാഷണൽ ഫൈനാൻസ് ഞങ്ങൾ അതിനെ പേരിട്ടിരിക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ട് ഫേമുമായിട്ട് ചേർന്നിട്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ബേസിക്സ് അക്കൗണ്ടിങ് ഫൈനാൻസ് അറിയാത്തൊരു വ്യക്തിക്ക് പോലും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന് ഫൈനാൻഷ്യൽ അനലിസ്റ്റും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും ഒക്കെ പഠിക്കാൻ പറ്റുന്ന തരത്തിലാണ് ആ സിലബസ് പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ പറ്റുന്നത്. അതായത് GST ഫയലിങ്ങും ESIയും PFും ഇൻകം ടാക്സും ഒക്കെ വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ആ സിലബസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കണക്ട് വിത്ത് മീ at 974621123. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, ദമാനിയാണ് ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അനലിസ്റ്റ്. നമുക്ക് ദമാനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദമാനിക്ക് ഈ സ്കിൽസ് എല്ലാം ചേർന്ന ഒരു പെർഫെക്റ്റ് വ്യക്തിയാണ്. അദ്ദേഹത്തിന് അക്കൗണ്ടിങ് സ്കിൽസ് ഉണ്ട്. കാരണം അക്കൗണ്ടിങ് സ്കിൽസും ഫൈനാൻഷ്യൽ സ്കിൽസും ഉള്ളതാണ് ഫൈനാൻഷ്യൽ ഓരോ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡേറ്റ അനലൈസ് ചെയ്യാനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അനലൈസ് ചെയ്യാനും അവരുടെ ബാലൻസ് ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യും. അതനുസരിച്ചിട്ട് ഫ്യൂച്ചറിൽ എത്ര കമ്പനി ഗ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതും അക്കൗണ്ടിങ് റൂൾസിനെ കുറിച്ച് അറിയാനും കമ്പനി ഗവൺമെന്റ് റൂൾസിനെ കുറിച്ചും ഗവൺമെന്റ് പോളിസീസിനെ കുറിച്ച് അറിയാനുള്ള ഒരു നോളജും അതൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഗവൺമെന്റിന്റെ പോളിസീസ് എന്തൊക്കെ ചേഞ്ച് ചെയ്യുന്നാൽ ഈ കമ്പനി എങ്ങനെ ഇമ്പാക്ട് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അദ്ദേഹത്തിന് ഏറ്റവും കീ സ്കിൽ ഫൈനാൻഷ്യൽ സ്കിൽസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്കിൽസ് ഉണ്ട്. രണ്ടാമത് ഇന്റർപേഴ്സണൽ സ്കിൽ ഭയങ്കര മാൻഡേറ്ററി ആണ്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. മൂന്നാമത്തേതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലൊരു കാശ് സമ്പാദിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു വ്യക്തിയും അതിൽ നിന്ന് മാറിയിട്ട് വേറൊരു പുതിയ ബിസിനസ് തുടങ്ങാനൊക്കെ പലരും വിധം കാണിക്കാറുണ്ട്. പക്ഷേ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ദവാനി എടുത്തു. അതാണ് HDFC നിന്ന് കിട്ടിയ ലാഭം എടുത്തിട്ട് അദ്ദേഹം അപ്നെ ഫ്രാഞ്ചൈസി തുടങ്ങി. അതിൽ നിന്ന് ബിസിനസ് പഠിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് സ്കില്ല് കാരണം അദ്ദേഹം ഡിമാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 സൂപ്പർ മാർക്കറ്റ് ചെയിൻ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് ആയിട്ട് ഗ്രോ ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. ഇത്രയും കാര്യങ്ങളെ കൊണ്ടാണ് ദമാനി നമ്മൾ ഒരു സക്സസ്ഫുൾ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലെ മോസ്റ്റ് സക്സസ്ഫുൾ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഫിനാൻഷ്യൽ അനലിസ്റ്റ് നമ്മൾ പഠിച്ചു, നിങ്ങൾക്ക് ഈ കുറേ സ്കിൽസ് ഒക്കെ നിങ്ങൾ കരസ്ഥമാക്കി എങ്കിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് ജോബ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫൈനാൻഷ്യൽ അനലിസ്റ്റ് നേരെ ഭയങ്കര ഗ്രോത്ത് ഉള്ള ഒരു കരിയർ പ്രോസ്പെക്റ്റ് ആണ്, കരിയറാണ്. അപ്പോൾ അവിടെ നമുക്ക് എല്ലാ ബാങ്കുകളിലും ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലും ഹെഡ്ജ് ഫണ്ട്സിലും സ്റ്റോക്ക് ബ്രോക്കേഴ്സിലും ഒക്കെ ഫൈനാൻഷ്യൽ അനലിസ്റ്റിന്റെ ജോബ് റോൾസ് അവൈലബിൾ ഇല്ല. അല്ലാതെ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസിലും ഒരുപാട് IT കമ്പനീസിലൊക്കെ ഫൈനാൻഷ്യൽ അനലിസ്റ്റിന്റെ ജോബ് റോളും ഇപ്പോൾ കറന്റ് അവൈലബിൾ ആണ്. അത് നേടാനായിട്ട് ഇത്തരം പറഞ്ഞ സ്കിൽസ് മാത്രം മതി. അല്ലാതെ ചില കമ്പനീസ് ഡിഗ്രിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി ഹോൾഡർ ഏതെങ്കിലും കൊമേഴ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില കമ്പനീസ് പ്രിഫറൻസ് തരാറുണ്ട്. അപ്പോൾ അത്തരം സ്കിൽസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പ്രാക്ടിക്കൽ സ്കിൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആകാൻ കഴിയുന്നതാണ്. 2021 കണക്ക് പ്രകാരം ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിക്സിന്റെ കണക്ക് പറയുന്നത് ഒരു എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അനലിസ്റ്റിന് ആവറേജ് 50 ലക്ഷം രൂപയാണ് വർഷ വരുമാനം എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങൾ മാത്രമല്ല, വിപ്രോ, TCS, അക്സെഞ്ചർ, കോഗ്നിസന്റ്, KPMG, ഡിലോയിറ്റ് തുടങ്ങിയ കമ്പനികളിലൊക്കെ എപ്പോഴും ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അനലിസ്റ്റുകൾക്കും എക്സ്പീരിയൻസ് ഉള്ള ഫൈനാൻഷ്യൽ അനലിസ്റ്റിനൊക്കെ എപ്പോഴും ജോബ് വേക്കൻസീസ് കണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്, നിങ്ങൾക്ക് നല്ലൊരു കരിയർ പറ്റിപ്പെടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫൈനാൻഷ്യൽ അനലിസ്റ്റ് അത്തരത്തിൽ നിങ്ങൾ സഹായിക്കുന്ന, കരിയറിൽ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ജോബ് റോൾ, ഒരു ജോബ് പൊസിഷനുമാണ്. നിങ്ങൾക്ക് ആ ജോബ് റോളിനെ കുറിച്ച് കൂടുതൽ അറിയണം, ജോബ് റോളിൽ നിങ്ങൾക്ക് സ്കില്ല് നേടണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് മീ at 974621123. താങ്ക് യു.